നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം. കലാകേരളത്തിന്റെ കാവൽക്കാരി സത്യഭാമ അങ്ങുന്നതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് തമ്പനയിലിൽ അടിയന് അറിയാത്ത പ്രാവീണ്യമില്ലാത്ത സംസ്കൃതത്തിലെ ഒരു പദം യൂസ് ചെയ്തത്. ബ്രാഹ്മണ പാരമ്പര്യമില്ലാത്തതുകൊണ്ടും സംസ്കൃത പാണ്ഡിത്യമില്ലാത്തതുകൊണ്ടും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങളെ കുറിച്ചിട്ട് കാലങ്ങളായിട്ട് വലിയ ഡിബേറ്റ് ഉണ്ട്. ഇത് ആഠ്യന്മാരുടെ കലാരൂപമായി മാറിയത് എന്നാണ് എന്നുള്ള ചോദ്യമൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ തുള്ളൽ കാവ്യത്തിൽ ഇത് അല്പന്മാരുടെ ആനന്ദം എന്നുള്ള രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആ ഒരു ചെറിയ ഭാഗം ഒന്ന് വായിക്കാം. നാടക നടനം, നർമ്മവിനോദം, പാടക പഠനം, പാവക്കൂത്തും, മാടണി മുലമാർ മോഹിനിയാട്ടം, പാടവമേറിന പല പല മേളം. ചന്ദ്രാംഗ ചരിതം തുള്ളലിൽ ചന്ദ്രാംഗതന്റെ വിവാഹ ഘോഷ വർണ്ണന ഇപ്രകാരം: അല്പന്മാർക്ക് രസിക്കാൻ നല്ല ചെറുപ്പക്കാരുടെ മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിന്റെ ചരിത്ര പഠനങ്ങളിൽ വീണ്ടും ഡിബേറ്റിലുള്ള ഒരു സംഗതിയാണ്. വ്യവഹാരമാലയിലൊക്കെ അതിനെക്കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. തേവടിഷിയാട്ട നൃത്തത്തിന്റെ പരിഷ്കൃത രൂപമാണ് മോഹിനിയാട്ടം എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കലാരൂപങ്ങൾ നമ്മളിപ്പോൾ ആഠ്യന്മാരുടേത് എന്ന് ചിന്തിക്കുന്ന കലാരൂപങ്ങൾ കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് പരിഷ്കരിച്ച് ആഠ്യന്മാർക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഗതിയാണ്. അല്ലാതെ ഇത് രൂപീകൃതമായ ആ ഒരു കാലഘട്ടം മുതൽ തന്നെ ഇത് ആഠ്യന്മാരുടെ കൈമുതലായിരുന്നില്ല. നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് സിനിമയുടെ ഒരു ചരിത്രമാണ്. JC ഡാനിയൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഒരു നായികയെ തേടി നടന്നു. PK റോസിയാണ് അതിൽ അഭിനയിച്ചത്. PK റോസി ആ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു മോബിൻ്റെ വലിയ എതിർപ്പ് വന്നു അദ്ദേഹത്തിൻ്റെ ജാതി കൊണ്ട്. എന്നാൽ JC ഡാനിയലിന് അന്ന് അഭിനയിക്കാൻ പറ്റിയ കുലസ്ത്രീകളെ സിനിമയിലേക്ക് കിട്ടിയിരുന്നില്ല. അന്ന് സിനിമ ആഠ്യന്മാരുടെ കലാരൂപമായിരുന്നില്ല. അതിലെ ബുദ്ധിജീവി നിർവചനങ്ങൾ സിനിമയ്ക്ക് കൽപ്പിച്ചു കൊടുത്തിരുന്നില്ല. ഏതെങ്കിലും ഒരു കലാരൂപം ആഠ്യൻ്റെ അന്തഃപുരത്തിലേക്ക് പോകുമ്പോഴാണ് അതിന് വലിയ മാനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്, അത് ആഠ്യന്മാരുടേതായിട്ട് റിസർവ് ചെയ്യപ്പെടുന്നത്. കലാമണ്ഡല സത്യഭാമ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, അവർ ഈ ഒരു കാലഘട്ടത്തിന്റെ മാത്രമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. എല്ലാ കാലത്തും ഇത്തരത്തിൽ ആഠ്യന്മാരുടെ കല സംരക്ഷിക്കാൻ വേണ്ടിയും ആഠ്യന്മാരുടെ തനിമ സംരക്ഷിക്കാൻ വേണ്ടി കാവൽക്കാർ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തി മാത്രമാണ് ഈ കലാമണ്ഡല സത്യഭാമ. പിന്നെ കൂപമണ്ഡൂകം എന്ന് അവരെ നമ്മൾ വിളിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിന് യോജിക്കാത്ത ഒരു കാവൽ ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു കലയുടെ തനിമ അത് സംരക്ഷിക്കാൻ പറ്റുമോ? കലയുടെ തനിമ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു കലാരൂപം ഉണ്ടായപ്പോൾ മുതലുള്ള ആ ഒരു രീതിയിൽ അത് എല്ലാ വേദികളിലും അവതരിപ്പിക്കപ്പെടണം. അങ്ങനെയുള്ള ആ ഒരു തനിമയോടെ ഇന്നത് അവതരിപ്പിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും പഠിക്കാൻ പറ്റുന്ന, എല്ലാ ആളുകൾക്കും കാണാൻ പറ്റുന്ന ഒരു കലാരൂപമായിട്ട് അത് നിലനിൽക്കില്ല. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചിട്ട് അപ്ഡേറ്റഡ് ആവണം. കലാമണ്ഡല സത്യഭാമ അങ്ങനെ പോലുള്ള ആളുകൾ ഇതിൻ്റെ തനിമയല്ല സംരക്ഷിക്കുന്നത്. ഇവർ സംരക്ഷിക്കുന്നത് ഇതിങ്ങനെ കാലാന്തരത്തിൽ മാറ്റം വന്നപ്പോൾ ആഠ്യന്മാരുടെ താല്പര്യങ്ങൾ ഉണ്ടല്ലോ അതിനകത്ത്, ആ ഒരു താല്പര്യങ്ങളെയാണ് സംരക്ഷിക്കുന്നത്. അവിടെയാണ് ശരിക്കും ഈ ഒരു കറുപ്പും വെളുപ്പും ഒക്കെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലേക്ക് പോകാം. അതിനു മുൻപ് വേറൊരു സംഭവം പറയേണ്ടതുണ്ട്. ആഠ്യന്മാരെല്ലാ കാലത്തും മോശക്കാരൊന്നുമല്ല കേട്ടോ. ഇടയ്ക്ക് ചില ഔദാര്യങ്ങൾ നൽകാറുണ്ട്. കലാഭവൻ മണിയുടെ പാട്ടുകൾ ആഠ്യ സമൂഹം അടക്കം പല ഇടങ്ങളിലും അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആ ഒരു പാട്ടുകൾ എഴുതിയ അറുമുഖൻ വെങ്കിടൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ അല്ലെങ്കിൽ അതിൻ്റെ ലിറിസിസ്റ്റിനെ ആരെങ്കിലും അധികമായി മെൻഷൻ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ONV പോലെ മെൻഷൻ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൈതപ്രത്തെ പോലെ മെൻഷൻ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ്? അദ്ദേഹം അടിസ്ഥാന വർഗത്തിൻ്റെ ഉന്മാദവേളകളിൽ പാട്ടുകൾ പാടി അത് എഴുതിയിരുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആട്യകലാസമിതിയിലേക്ക് അംഗത്വം കിട്ടിയില്ല. ഇവിടെ ഇരുന്ന് ഈ രോഷപ്രകടനം നടത്തുന്ന ഞാൻ അറുമുഖൻ വെങ്കിടങ്ങിനെ കുറിച്ചിട്ട് എന്നാണ് മനസ്സിലാക്കിയത്? അതിൽ ആൽജോസ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ സമയത്താണ്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എലവത്തൂർ കായലിൻ്റെ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട് അറുമുഖൻ വെങ്കിടങ്ങ് എഴുതിയതാണ്. എന്നാൽ അദ്ദേഹം ആ ഒരു രചയിതാവിന് ഒരു ക്രെഡിറ്റ് പോലും അന്ന് കൊടുത്തില്ല. അത് അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, അറിവില്ല. ഈ അറിവില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇവരൊന്നും മുഖ്യധാരയിലേക്ക് വരുന്നില്ല, നമുക്ക് അറിയത്തില്ല, ഇവരെയൊന്നും അങ്ങടേക്ക് എത്തിക്കത്തില്ല. അങ്ങനെ എത്തിക്കാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ സത്യഭാമമാർ അവിടെ അവതരിക്കും. അങ്ങനെ എത്തിക്കേണ്ട ആവശ്യമില്ല. അവരാണ് കാവൽക്കാർ എന്ന് പറയുന്നത്. ഇനി സത്യഭാമയുടെ പ്രതികരണങ്ങളിലേക്ക് പോവാം. അല്ല, നമ്മളിപ്പോ ഒരു അച്ഛനും അമ്മയും കറക്കിയിരിക്കുമ്പോൾ കുട്ടികൾ കറക്കിയിരിക്കും. അതിൽ നൃത്തത്തിലേക്ക് കല പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾ മത്സരത്തിന് കൊണ്ട് പഠിച്ചോളൂ. എത്രയോ വേദികൾ, ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ പല സ്ഥലത്തും കളിക്കുന്ന കുട്ടികളില്ലേ, നിങ്ങൾ അങ്ങനെയൊക്കെ പഠിച്ചോളൂ. സൗന്ദര്യം എന്ന് പറഞ്ഞൊരു കോളം തരികയല്ലേ, അതെന്തിനാ അങ്ങനെ വെക്കുന്നതിനല്ലേ? അപ്പൊ നിങ്ങൾ ചാനലുകാർ പോയി പറ, നിങ്ങൾ ചാനലുകാര് ആ കോളം എടുത്ത് കളയാൻ പറയണം. സൗന്ദര്യം ഇപ്പൊ ഒരു മേക്കപ്പിന് ഒരു ആർട്ടിസ്റ്റിനെ കുട്ടിയെ ചെയ്യണമെങ്കിൽ 5000 രൂപ മേടിക്കണം. എന്താ അറിയോ? അതായിക്കോട്ടെ. അപ്പൊ ആ കുട്ടീനെ സൗന്ദര്യം ഉണ്ടാക്കിയാണ് എടുക്കണം. സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്ന മേഡവും മേക്കപ്പ് ഇട്ടാണല്ലേ വേദി കയറും. അല്ലാതെ അപ്പൊ അത് കണ്ടോണ്ടിരിക്കില്ല. ഇല്ലാത്തവർ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കുള്ള സൗന്ദര്യം ഉണ്ടാക്കി എടുക്കണം. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ സൗന്ദര്യം തീരില്ലാത്തവര് പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിലേക്ക് പറയുന്നത്.
ഇദ്ദേഹത്തിന് മേക്കപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആൾക്ക് ഇന്ന് നല്ല പൂരാണ്. എന്തടപ്പി ഇതാണോ മേക്കപ്പ്, ഇത് സൗന്ദര്യമല്ല എന്നുള്ളതാണല്ലോ മാധ്യമപ്രവർത്തകർ പറയണത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ന് വൈകിട്ട് അദ്ദേഹത്തിന് നല്ല പൂരമായിരിക്കും. ഈ സൗന്ദര്യം എന്ന് പറയുന്ന ഒരു കോളം ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം സൗന്ദര്യം എന്ന് പറയുന്ന ഒരു കോളം അവിടെ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സത്യഭാമ പറയുന്നത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ എന്ത് ചെയ്യും? കാരണം ഞങ്ങൾക്ക് സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പും വെളുപ്പുമാണ്. അപ്പോൾ വെളുത്ത ആളുകൾക്ക് ഞങ്ങൾ സൗന്ദര്യത്തിൻ്റെ മാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല പൈസ കൊടുത്ത് വെളുപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് ഞങ്ങൾ നല്ല മാർക്ക് കൊടുക്കും. ഈ ഒരു ചർച്ച വരുന്ന സമയത്ത് ചില മേഖലകളിൽ വേറൊരു ചർച്ച കണ്ടു, പാരമ്പര്യവാദികളുടെ ഒരു ചർച്ച. ഇത് ക്യാൻസൽ കൾച്ചറാണ്. ശരിക്കും സൗന്ദര്യത്തിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. സത്യഭാമ പറയുന്നതിനകത്ത് എന്താണ് പ്രശ്നം? സത്യഭാമ പറയുന്നതിനകത്ത് എന്താണ് ലോജിക്ക് എന്നുള്ള ഒരു തിരിച്ചു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവൊന്നുമില്ല. ഈ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം എങ്ങനെയാണ്? സൗന്ദര്യം കാണുന്നവൻ്റെ കണ്ണിലാണ് എന്നൊക്കെ നമ്മൾ പറയും. ഈ കാണുന്നവൻ്റെ കണ്ണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരു കലയ്ക്ക് യോജിച്ച, അല്ലെങ്കിൽ ഒരു കലാരൂപത്തിന് യോജിച്ച, ഒരു പ്രകടനത്തിന് യോജിച്ച ചില സൗന്ദര്യങ്ങളൊക്കെ ഉണ്ട്. കയ്യും മെയ്യും കാലുകളും കണ്ണുകളും ശിരസും തുടങ്ങിയ അംഗോപാംഗങ്ങൾ ഭംഗിയോടെ ചലിപ്പിക്കുന്നത് നോക്കി ആ ഒരു സൗന്ദര്യം അളക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ ഒരു ശാസ്ത്രം. ഒരു നൃത്തത്തിലെ സൗന്ദര്യം എന്താണ്? അതിപ്പോൾ ഏത് ആകാര വടിവുള്ള ഒരാൾ ചെയ്താലും അതിലെ അംഗവിക്ഷേപങ്ങളും ചലനങ്ങളും ചുവടുകളുമാണ് അതിൻ്റെ സൗന്ദര്യം. ആ ഒരു ചുവടുകളും ആ ഒരു അംഗവിക്ഷേപങ്ങളുമായിട്ട് ശരീരം ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ സൗന്ദര്യം നമുക്ക് കൽപ്പിച്ചു കൊടുക്കാം. ഒരു നൃത്തത്തെ സീരിയസ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നർത്തകിയുടെ മുഖത്തെ മേക്കപ്പിൽ മാർക്കിടാനായിട്ട് തോന്നുന്നത്? നാട്യശാസ്ത്രത്തിലും വർണ്ണത്തെക്കുറിച്ചിട്ട് വർണ്ണിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിവുള്ള ആളുകളൊക്കെ പറയുന്നത്. ഇവര് ഈ ഒരു പ്രതികരണം നടത്തി. ആ ഒരു മിനിമം കോമൺ സെൻസ് അവർക്കില്ല. ഈ ഒരു വാർത്ത ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് കൂപമണ്ടൂക വർണ്ണനകൾക്ക് അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പം ഈ ഒരു വാർത്ത ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത റെക്കമെൻഡേഷനിൽ വന്ന വാർത്ത എന്താണെന്നറിയോ? ഇവർ സ്ത്രീധനം ചോദിച്ച് മരുമകളെ പീഡിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ എല്ലാം ഇവർക്ക് യോജിക്കുന്നുണ്ട്. അതിൻ്റെ കൂടി ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വല്ല തട്ടയിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലോ പോയി പ്രകടനം നടത്തിക്കൂ, മത്സരത്തിനൊന്നും വരല്ലേ. ഇവർ പണം വാങ്ങുന്നതിന് മുൻപാണോ പഠിപ്പിച്ചതിന് ശേഷമാണോ ഈ ഡയലോഗ് പറയുന്നതെന്നുള്ളത് എനിക്കറിയില്ല. സത്യഭാമയുടെ ഈ ഒരു പ്രതികരണം പിന്നീട് നടന്നതാണ്. മെയിൻ സംഭവം RLV രാമകൃഷ്ണനെതിരെ നടത്തിയ ഒരു പരാമർശമാണ്. RLV രാമകൃഷ്ണൻ നമുക്കറിയാം കലാഭവമണിയുടെ സഹോദരനാണ്. അദ്ദേഹം മോഹിനിയാട്ടം ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് വാർത്തകളിൽ ഇത്തരത്തിലുള്ള ജാതി അധിക്ഷേപത്തിൻ്റെയും ഡിസ്ക്രിമിനേഷൻ്റെ ഒക്കെ പേരിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കലാമണ്ഡലത്തിൽ നിന്നിട്ട് അദ്ദേഹത്തിന് സ്ഥിരമായി ഏൽക്കേണ്ടി വന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് എന്നും വാർത്തകളിൽ നമ്മൾ കേൾക്കാറുണ്ട്. ആ ഒരു വാർത്തയിലേക്ക് പോകാം. ഒരു നൃത്താധ്യാപകനുണ്ട്, ചാലക്കുടി ഭാഗത്താണ് അദ്ദേഹത്തിന്റെ വീട്. ആരാന്ന് ഞാൻ പറയുന്നില്ല. മോഹിനി ആയിരിക്കണം ഇവിടെ മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കേരളമാണ്. എല്ലാവരും കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ടിഫമാണ്. ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേർക്ക് നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാലല്ല ദൈവം പോയി പെറ്റ തള്ള തയ്ക്കില്ല. ഒരു കലാകാരനെ അവന്റെ നിറത്തിന്റെ പേരിൽ ഇങ്ങനെ അധിക്ഷേപിക്കാമോ എന്ന് കേൾക്കുന്ന ആർക്കും തോന്നിപ്പോകും. മോഹിനിയാട്ടത്തിൽ PhD നേടി നൃത്ത പരിപാടികളിൽ പ്രശസ്തനായ RLV രാമകൃഷ്ണനെതിരെയുള്ള വീഡിയോയ്ക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ്. തികച്ചും മ്ലേച്ഛമായ ഭാഷയിൽ സംസാരിച്ച ഇവരെ എങ്ങനെ ഒരു നർത്തകി എന്ന് വിളിക്കുമെന്നാണ് RLV രാമകൃഷ്ണൻ ചോദിക്കുന്നത്. കേരളത്തിലെ തന്നെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു എന്താ പറയാ മ്ലേച്ഛമായ ഒരു പ്രയോഗമാണ്. ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. കലാരൂപങ്ങളിൽ തനിമാവാദം, കാവൽക്കാരുടെ കടന്നുവരവൊക്കെ വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള പുരോഗമനം അതിലുണ്ടാവില്ല. എപ്പോഴും നമുക്കറിയാം ഈ തനിമാവാദം എന്ന് പറയുന്നൊരു സംഗതി. ഈ പാട്ട് ഇയാൾ പാടിയാലേ ശരിയാവത്തുള്ളൂ, ഈ പാട്ട് നശിപ്പിച്ചോ നിങ്ങൾ, ഈ നൃത്തരൂപം നശിപ്പിച്ചോ നിങ്ങൾ, ഈ നൃത്തമൊക്കെ ഇവർ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് മോശമായിരിക്കും. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആഠ്യന്മാർ കയ്യിലെടുക്കുന്ന സമയത്താണ് ഈ കലാരൂപങ്ങളൊക്കെ സത്യഭാമയെ പോലുള്ള കാവൽക്കാരുടെ അധീനതയിലേക്ക് വരുന്നത്. ഈ കലാരൂപങ്ങളിൽ നർത്തകി എന്ന് പറയുന്ന വിശേഷണം ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നിവയൊക്കെ അവതരിപ്പിക്കുന്ന ആളുകൾക്കാണ് കൊടുത്തിരുന്നത്. അടിസ്ഥാന വർഗം ഏതെങ്കിലും തരത്തിലുള്ള നൃത്തരൂപങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു നർത്തകിമാരെ ആട്ടക്കാർ എന്നൊക്കെ ഉള്ളതാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അത് ഈ ഒരു കാലത്തും ധാരാളമായിട്ട് പ്രചരിക്കുന്ന ഒരു പദം തന്നെയാണ്. സിനിമാ പാട്ടുകൾക്കനുസരിച്ചിട്ട് ചുവട് വയ്ക്കുന്ന ആളുകളൊന്നും നർത്തകരല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ PK റോസിയുടെ കാലമൊക്കെ കഴിഞ്ഞ് ആഠ്യന്മാരുടെ കയ്യിലേക്ക് സിനിമ വരുന്ന സമയത്ത് ഈ കലാമണ്ഡലത്തിൽ പഠിച്ച ആളുകളൊക്കെ പതുക്കെ സിനിമയിലേക്ക് വരാൻ തുടങ്ങി. അവരുടെ ഒരു കടന്നുവരവോടെ ആ ഒരു കലാരൂപവും, പണ്ട് ആളെ കിട്ടാതിരുന്ന ആ ഒരു കലാരൂപവും ചുരുങ്ങി. ഇപ്പം ജാതിയൊക്കെ നോക്കിയ സിനിമയിലേക്ക് വരത്തുള്ളൂ. ഒരു കാലത്ത് നിമിഷ സജയൻ മലയാള സിനിമയിലേക്ക് വന്ന സമയത്ത് എന്തുമാത്രം ഹെയ്റ്റ് കമൻസ് ആയിരുന്നു.
ഈ ഹെയ്റ്റ് കമൻസ് ഇടുന്ന ആളുകളൊന്നും സത്യഭാമയെ പോലെയുള്ള സൗന്ദര്യവതികളായിരുന്ന ആളുകളൊന്നും അല്ല. പക്ഷെ അവർക്ക് ഒരു ആഠ്യകലാരൂപത്തിൽ അത്തരത്തിലുള്ള നമ്മളെപ്പോലെയൊക്കെയുള്ള ഒരു കളർ കോംപ്ലക്ഷനുള്ള ഒരു സാധാരണക്കാരിയെ കാണുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നം. കാവൽക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. ഇനി തുടർന്നുള്ള പ്രതികരണങ്ങളുണ്ട്. കറുത്ത കുട്ടികൾ പരിശീലനത്തിന് വരുമ്പോൾ അവരെ കാശ് വാങ്ങി പരിശീലനം കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അവരിവിടെ തട്ടം കയറുന്നതാണ് പ്രശ്നം അല്ലേ? തട്ടം കയറുമ്പോൾ നമ്മളെ ഗുരു എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. കുട്ടി അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചു പോകും. കാശ് വാങ്ങി അവരെ പരിശീലിപ്പിക്കില്ല. കാശ് മേടിച്ചിട്ട് കാര്യം പറയും. അങ്ങനെയാണ്. ആ വല്ലാതെ സൗന്ദര്യത്തിന് പോകേണ്ട കുട്ടി എവിടെയാണ്? പിന്നല്ലാതെ എങ്ങനെയാ? സുന്ദരനാണോ അതോ വിരൂപിയാണോ? അത് നമുക്ക് ഞാൻ പിന്നീട് റിപ്പോർട്ടറെ അറിയിക്കാം. ഇയാളെ അറിയിക്കാണോ? ഒരു വിധികർത്താവാണ് നിങ്ങളെന്ന് എനിക്ക് അറിയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വല്ലവരും ചെലവഴിക്കണ്ട. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങള് മര്യാദയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാനൊരു സാരി സംസാരിച്ചു, ഞാൻ ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു ജാതി മതം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, ഇതെല്ലാം സംസാരിച്ചാൽ അതിനെ കുറിച്ച് സംസാരിക്കാം. അതിന് എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് മറ്റേ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് നാട്യശാസ്ത്രത്തിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ് പഠിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ, ആ കറുപ്പും ഇയാളെ നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ ഇയാളെ? പിന്നെ സുഹൃത്തുക്കളിൽ പല ആളുകളും മൈക്കുകളുമായി നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആ ഒരു ഒച്ച കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെയാണ്. എൻ്റെ കൂടെ പഠിച്ച പല ആൾക്കാർ എന്നതുകൊണ്ട് കേട്ടോ. അപ്പം ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവരൊക്കെ മറ്റേ കാവൽക്കാരാണ്. ഇവർക്കൊന്നും പ്രത്യേകിച്ച് ഇനിയിപ്പം ക്ലാസ് എടുത്ത് പഠിപ്പിച്ചു കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇതുപോലുള്ള ഏരിയകളിൽ അടുപ്പിക്കാതെ മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇവരെ പഠിപ്പിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇവരെ ഒരു പാഠമാക്കി മുന്നിലേക്ക് വയ്ക്കാം. ഇത്തരത്തിലുള്ള കൂപമണ്ഡൂകങ്ങളാവരുത് എന്ന് ആളുകളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് മാത്രമേ ഇതിനകത്തൊരു പ്രതിവിധിയുള്ളൂ. അല്ലാതെ ഇനിയിപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. വെറുതെ അവരുടെ കുറച്ച് പൈസ ഏതെങ്കിലും വക്കീലിന് കിട്ടും, ഈ കേസ് ഫയൽ ചെയ്യുന്ന ആൾക്ക് കുറച്ച് സമയം പോകും എന്നുള്ളതല്ലാതെ ഇതിലൊന്നും പ്രത്യേകിച്ച് സംഗതികളൊന്നുമില്ല. പിന്നെ ഇത് ചർച്ചയാവുന്നുണ്ട്. കലാമണ്ഡലം സത്യഭാമ കേരളത്തിന് കൊടുത്ത ആകെ ഒരു സംഭാവന ഈ ഒരു ചർച്ച മാത്രമാണ്. അല്ലാതെ കലയ്ക്ക് അവർ കൊടുത്ത സാധനങ്ങളെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അവരുടെ പ്രതികരണങ്ങൾ വന്നത്. ഒരു കുട്ടി തൻ്റെ മുൻപിലേക്ക് വരുന്ന സമയത്ത് അവളുടെ സൗന്ദര്യം നിറം കൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ സൗന്ദര്യം നിറം കൊണ്ട് അവനെ പഠിപ്പിക്കില്ല എന്ന് തോന്നല്ലേ, സൗന്ദര്യം നിറം കൊണ്ട് അളന്ന് അവൻ്റെ ഭാവി അപ്പോൾ തന്നെ എഴുതി ഒപ്പിട്ട അടിയിൽ കുറിക്കുന്ന ഒരാൾ എങ്ങനെയാണ് നല്ല ഗുരു ആവുന്നത്? അവർ ഒരു പ്രതികരണത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സിറ്റിയിലെ കണ്ണായ സ്ഥലത്ത് 3 നില ബിൽഡിംഗ് ഞാൻ വെച്ചു, കലാകേരളത്തിന് വലിയ സംഭാവന നൽകി, ആ ഒരു സംഭാവന പിരിച്ച് ഞാനിവിടെ വലിയൊരു മന്ദിരം പണിതു ഉയർത്തി. അത്രയൊക്കെ അവരിതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അവരെ ഈ ഒരു ഏരിയയിൽ അടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് വിവേകമുള്ള കലാസ്നേഹികൾ ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ചർച്ചകൾ വരട്ടെ. നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.